നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ആലപ്പുഴയിൽ വീണ്ടും ഭീതി പടർത്തി കുറുവാ സംഘം ഇറങ്ങിയിരിക്കുകയാണ്. സംഘം ഇന്നലെ പുന്നപ്രയിൽ ഉറങ്ങിക്കിടന്ന അമ്മയുടെയും കുഞ്ഞിന്റെയും മാല മോഷ്ടിച്ചു. ഇന്നലെ അർദ്ധരാത്രി 12 മണിയോടെയായിരുന്നു മോഷണം. അമ്മയുടെ 1.5 പവൻ മാലയും കുഞ്ഞിന്റെ 1/2 പവനോളം വരുന്ന മാലയുമാണ് മോഷ്ടിച്ചത്. മുഖം മറച്ചെത്തിയ ആളെ കണ്ടുവന്ന് യുവതി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. അടുക്കള വാതിലിന്റെ കൊളുത്ത് പൊളിച്ചാണ് കള്ളൻ അകത്ത് കയറിയത്. പാന്റ് മടക്കി വെച്ച് ഷർട്ട് ഇടാതെ മുഖം മറച്ച ഒരാളാണ് മോഷണം നടത്തിയത്. മുറിക്കകത്തെ വെളിച്ചത്തിൽ കണ്ടുവെന്നും കുഞ്ഞുള്ളതുകൊണ്ട് രാത്രി ലൈറ്റ് ഇട്ടാണ് കിടക്കുന്നതെന്നും മാല നഷ്ടപ്പെട്ട യുവതി പോലീസിന് മൊഴി നൽകി. ഇവരുടെ വീട് ഉൾപ്രദേശത്തായതിനാൽ CCTV ദൃശ്യങ്ങളും ലഭിച്ചിട്ടില്ല. വിഷയത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് പോലീസ് അറിയിച്ചു. കുറുവാ സംഘത്തിന്റേതെന്ന് സംശയിക്കുന്ന 10ഓളം മോഷണങ്ങളാണ് ജില്ലയിൽ അടുത്തിടെ ഉണ്ടായത്. കോമളപുരത്തും മണ്ണഞ്ചേരിയിലും ചേർത്തലയിലും കായംകുളത്തുമാണ് കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം തെളിയിക്കുന്ന CCTV ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത്. അടുക്കളവാതിൽ പൊളിച്ച് അകത്ത് കടക്കൽ, വസ്ത്രധാരണം സ്ത്രീകളുടെ മാത്രം, മാല പൊട്ടിക്കൽ തുടങ്ങിയ മോഷണ രീതികളിൽ നിന്നാണ് കുറുവാ സംഘമാണെന്ന് പോലീസ് സംശയിക്കുന്നത്. ഒക്ടോബർ 30-ന് നേതാജിയിൽ ജംഗ്ഷനിലും കുറുവാ സംഘത്തിന്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. മുഖം മറച്ച് അർദ്ധനഗ്നരായി ആയുധമേന്തിയാണ് ഇവർ മോഷണം നടത്താറ്. കുറുവാ സംഘം മോഷണം വ്യാപകമാക്കിയതോടെ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ് പോലീസ്.